എല്ലാവർക്കും നമസ്കാരം. അപ്പൊ ഞാൻ കുറച്ച് സബ്ജിയൊക്കെ മേടിക്കാൻ വേണ്ടിട്ട് ബട്ടാർ മാർക്കറ്റിൽ പോകണപ്പോഴേ നമ്മുടെ സ്നൂപ്പിക്കുട്ടിന് പപ്പായ മേടിക്കണം. പപ്പായ 2 ദിവസമായി. അവന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഫ്രൂട്ടാണ് പപ്പായ. ഷൂപ്പി, അമ്മ പപ്പായ മേടിച്ചിട്ട് പോരാട്ടാ. അപ്പോഴേ നമ്മൾ മാർക്കറ്റിലെത്തി. ഞങ്ങളുടെ വീടിൻ്റെ അടുത്തുനിന്ന് കുറച്ചുള്ളൂ മാർക്കറ്റിൽ. ഈ മാർക്കറ്റിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ അവിടെ എല്ലാം ഉണ്ട്. എല്ലാം നമുക്ക് എന്താ വേണ്ടത് അതൊക്കെ കിട്ടുന്നുണ്ട്. ആൾക്കാർ ചൂലൊക്കെ മേടിച്ച് കണ്ട പോണുണ്ട്. അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവർ നാളെ ദന്തരസാണ്. ദന്തരസിന് മുമ്പ് നമ്മൾ ഇന്നും നാളെ ചൂല്, മടുക്ക, വെള്ളം ഒഴിക്കുന്ന മടുക്കൾ കണ്ട അതൊക്കെ മേടിക്കുന്നുണ്ട്. ചൂല് വെച്ചേക്കാൻ കണ്ട പടക്കത്തിൻ്റെ കടകൾ കണ്ട. പിന്നെ അതേക്ക് ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ് ഒക്കെ വെച്ചിട്ടുണ്ട്. മാർക്കറ്റ് വലുതായിരുന്നു. ഇപ്പോൾ റോഡ് സൈഡിൽ വെച്ചേക്കണമെന്ന് വെച്ചാൽ മാർക്കറ്റ് ഇപ്പോൾ പുതിയത് പണിയാനായിട്ടൊക്കെ അതുകൊണ്ട് അവിടെ ഫ്ലവറുകൾ വെച്ചേക്കണം, തോരണകൾ വെച്ചേക്കണം. അപ്പോൾ ഞാൻ തോരണിൻ്റെയൊക്കെ വില ചോദിച്ചതാണ് കണ്ട. മുഴുവൻ കപ്പലണ്ടി വെച്ചേക്കണേണ്ട. അപ്പോൾ ദീപാവലി എടുത്തില്ലേ, അതെല്ലാം നമുക്ക് അവിടെ കിട്ടും. സിംഗാട എന്ന് പറഞ്ഞൊരു ഫ്രൂട്ടാണ് അത്. ഇത് കരിമ്പ് വെച്ചേക്കുന്നത്, പൂക്കൾ വെച്ചേക്കണേ. ചെറുനാരങ്ങ ഞാൻ എന്താ വില എന്നൊക്കെ ചോദിച്ചതാണ്. അപ്പോൾ ഇവിടെ കിലോ 40 രൂപയുള്ളൂ. നാട്ടിൽ എത്രയാണ്? അമ്മയുടെ പൊന്നുവിന് പപ്പായ ഇനി അമ്മ ആരും കൊഞ്ചിച്ചില്ല. നോക്കിയ ചൂപ്പി പപ്പായ കണ്ട ചൂപ്പിക്കുട്ടിന്റെ പപ്പായ. അമ്മട്ടാ ഇവിടെ ഇരുന്നേ. ചേട്ടൻ എവിടെയാ? ചൂപ്പിക്ക് പപ്പായ, വലിയ പപ്പായ മേടിച്ചമ്മ. നോക്കിയേ, ആരും അമ്മ കൊഞ്ചിച്ചില്ല. അമ്മേനെ മണപ്പിക്കുന്ന ഷൂപ്പി. അമ്മ ആരും കൊഞ്ചിച്ചിട്ടില്ല. അമ്മയുടെ പോ ഷൂപ്പിയല്ലേ, ആരും കൊഞ്ചിച്ചിട്ട്